2025 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഷമാണെന്ന് ഒറ്റനോട്ടത്തിൽ നമ്മൾ കരുതുക. കാരണം ലളിതമാണ്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ 5 പണം വാരി പടങ്ങളിൽ 3 എണ്ണവും റിലീസ് ചെയ്തത് ഈ ഒരൊറ്റ വർഷമാണ്. 300 കോടിയും 200 കോടിയും ഒക്കെ നമ്മുടെ ബോക്സ് ഓഫീസ് കണക്കുകളിൽ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു. എന്നാൽ ഈ തിളക്കത്തിനപ്പുറം മോളിവുഡ് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടോ? ഇൻഡസ്ട്രി ഹിറ്റുകൾക്കപ്പുറം നിർമ്മാതാക്കൾ നേരിടുന്ന യഥാർത്ഥ കണക്കുകൾ എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഈ കണക്കുകളിലെ കള്ളക്കളികളെ കുറിച്ചാണ്. ആദ്യം നമുക്ക് എല്ലാവരും ആഘോഷിക്കുന്ന ആ കണക്കുകളൊന്ന് നോക്കാം. ലോക ചാപ്റ്റർ 1 303 കോടിയുമായി 1-ാം സ്ഥാനത്തും, എമ്പുരാൻ 265 കോടിയുമായി 2-ാം സ്ഥാനത്തും, തുടരും 234 കോടിയുമായി 4-ാം സ്ഥാനത്തും നിൽക്കുന്നു. കേൾക്കുമ്പോൾ ഗംഭീരം. പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുള്ളത്. സ്കാനിൽസിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ 3 സിനിമകൾ മാറ്റി നിർത്തിയാൽ ഈ വർഷം 100 കോടി കടന്ന മറ്റൊരു സിനിമ പോലും ഇല്ല എന്നതാണ് വാസ്തവം. വലിയ പ്രതീക്ഷയോടെ എത്തിയ ഡയസ് ഇറ എന്ന ചിത്രം പോലും ആഗോളതലത്തിൽ 82 കോടിയിൽ ഒതുങ്ങിപ്പോയി. 2024 കാര്യങ്ങൾ ഇങ്ങനെയല്ലായിരുന്നു. അന്ന് 6 സിനിമകളാണ് 100 കോടി ക്ലബിൽ ഇടം പിടിച്ചത്. അതായത് 2025 എത്തുമ്പോൾ വമ്പൻ സിനിമകൾ മാത്രം വിജയിക്കുകയും ഇടത്തരം സിനിമകൾ തകർന്നു പോകുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഇതൊരു നല്ല സൂചനയാണോ? ഇനി ഈ 300 കോടിയും 200 കോടിയും ഒക്കെ നിർമ്മാതാവിന്റെ പോക്കറ്റിലേക്കാണോ പോകുന്നത്? അല്ല. ഈയിടെ നടന്ന മനോരമ ഹോർത്തൂൺസിൽ വെച്ച് പ്രമുഖ നിർമ്മാതാക്കളായ എം രഞ്ജിത്തും ലിസ്റ്റൻ സ്റ്റീഫനും സിനിമാ ബിസിനസിന്റെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി. ഉദാഹരണത്തിന്, ഒരു സിനിമ 180 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെന്ന് കരുതുക. അതിൽ നിന്ന് നിർമ്മാതാവിന്റെ കയ്യിൽ കിട്ടുന്നത് ഏകദേശം 55 കോടി രൂപ മാത്രമാണ്. ബാക്കി തുക എവിടെ പോയി? അത് ഗവൺമെന്റ് ടാക്സ് ആയും വിതരണക്കാരുടെ ഷെയർ ആയും തിയേറ്റർ ഉടമകൾക്കുള്ള വിഹിതമായും പോകും. അതായത് ആകെ വരുമാനത്തിന്റെ 1/3 മാത്രമേ നിർമ്മാതാവിന് ലഭിക്കുന്നുള്ളൂ. പക്ഷെ നിർമ്മാതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതല്ല. പലപ്പോഴും ഇൻകം ടാക്സ് റെയ്ഡുകൾ നടക്കുന്നത് പോസ്റ്ററുകളിൽ കാണുന്ന ഈ ഗ്രോസ് കളക്ഷൻ കണക്കുകൾ നോക്കിയാണെന്ന് എം രഞ്ജിത്ത് പറയുന്നു. ഗ്രോസ് കളക്ഷൻ എന്നത് ലാഭമല്ലെന്നും അത് വെറും വിറ്റുവരവാണെന്നും ഉദ്യോഗസ്ഥർ പോലും പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നതാണ് അവരുടെ പരാതി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും സിനിമ എടുക്കുന്ന ചിലവ് കുറയുന്നുണ്ടോ? അതുമില്ല. നിർമ്മാതാവ് ലിസ്റ്റൻ സ്റ്റീഫൻ പറയുന്നതനുസരിച്ച് കോവിഡിന് ശേഷം താരങ്ങളുടെയും ടെക്നീഷ്യൻസ്മാരുടെയും പ്രതിഫലം കുത്തനെ കൂടി. എന്നാൽ പണ്ട് നിർമ്മാതാക്കൾക്ക് വലിയ ആശ്വാസമായിരുന്ന സാറ്റലൈറ്റ് OTT ബിസിനസ്സുകാർ ഇപ്പോൾ പഴയതുപോലെ സജീവമല്ല. OTT പ്ലാറ്റ്ഫോമുകൾ സിനിമകൾ വാങ്ങുന്നത് കുറച്ചു. ഇത് മൊത്തത്തിലുള്ള സിനിമാ നിർമ്മാണത്തെയും ബാധിച്ചിട്ടുണ്ട്. 2023 247 സിനിമകൾ ഇറങ്ങിയപ്പോൾ 2025 അത് 200 മുതൽ 210 താഴ്ന്നേക്കാം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വർഷം ഇറങ്ങുന്ന സിനിമകളിൽ വെറും 10 എണ്ണം മാത്രമാണ് നിർമ്മാതാവിന് 10 കോടിയിൽ കൂടുതൽ ലാഭം നൽകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ചുരുക്കി പറഞ്ഞാൽ ലോകയും എമ്പുരാനും തുടരവും ഉണ്ടാക്കിയ റെക്കോർഡുകൾ കണ്ട് മലയാള സിനിമ വമ്പൻ ലാഭത്തിലാണെന്ന് കരുതരുത്. ആ വലിയ വിജയങ്ങൾക്കപ്പുറം ഇൻഡസ്ട്രി സാമ്പത്തികമായി ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വമ്പൻ ഹിറ്റുകൾക്കൊപ്പം തന്നെ ചെറിയ സിനിമകളും വിജയിച്ചാൽ മാത്രമേ ഇൻഡസ്ട്രിക്ക് ആരോഗ്യകരമായ നിലനിൽപ്പുള്ളൂ. മലയാള സിനിമയുടെ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ബിസിനസ് അപ്ഡേറ്റുകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.